കേരളത്തിലെ ജനങ്ങൾ മൂക്കത്ത് വിരൽ വെച്ചു തുടങ്ങി. നഴ്സറി സ്കൂളിലെ കുട്ടികൾ ഇതിലും ബോധമുള്ളവരാണ്. അവർ കുറഞ്ഞ പക്ഷം മറ്റൊരാളെ കാണുമ്പോഴെങ്കിലും കരയുന്നതും പറയുന്നതും നാണക്കേടാണെന്ന ബോധ്യമുള്ളവരാണ്. എന്നെ തല്ലേണ്ട മാവ, ഞാൻ നന്നാവൂല എന്ന് തരൂർ ഉറച്ചു നിൽക്കുമ്പോൾ കോൺഗ്രസിലെ തലനരച്ച നേതാക്കന്മാർക്ക് ഹാലിളകും. തരൂരിനോട് അതിരുവിടരുതെന്ന ഓർമ്മപ്പെടുത്തലുമായി KPCC അധ്യക്ഷൻ K സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. തരൂരിനെ എക്കാലത്തും സുധാകരൻ പിന്തുണച്ചു എന്നും ഇപ്പോഴും പിന്തുണയ്ക്കുന്നു എന്നും, പക്ഷേ അതിരുവിട്ടു പോകരുതെന്നാണ് ആഗ്രഹം എന്നുമാണ് സുധാകരന്റെ പക്ഷം. ഇത് പറയാൻ പലതവണ ഫോണിൽ വിളിച്ചെങ്കിലും അദ്ദേഹത്തെ കിട്ടിയില്ല. കിട്ടാഞ്ഞിട്ടാവില്ല, വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ കേട്ട് കളയാൻ തരൂരിന് നേരമില്ലാത്തതാവും. ശശി തരൂർ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. എന്തു പ്രശ്നമുണ്ടെങ്കിലും അദ്ദേഹത്തിന് ദേശീയ നേതൃത്വവുമായി ചർച്ച ചെയ്യാം എന്നും സുധാകരന്റെ നേതൃപാഠത്തെ കുറിച്ച് വിലയിരുത്താൻ അദ്ദേഹം ആളാണെന്നും സുധാകരൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പരാതി പറയുന്നില്ലെന്നും നന്നാവാൻ നോക്കാമെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞു. അതെന്തായാലും നന്നായി, നന്നാവേണ്ടതുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. പക്ഷേ വളം കൊണ്ട് കതിരിന്മേൽ വെച്ചിട്ട് എന്ത് കാര്യം നേതാവേ? ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വാക്കുകൾ കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിക്കുന്നതിനുള്ള വഴിമരുന്നിടുന്നതാണെന്നും താൻ വിശ്വസിക്കുന്നെന്നും സുധാകരൻ പറഞ്ഞു. അതേസമയം തരൂർ വിഷയത്തിൽ CPM നേതാക്കളുടെ പ്രതികരണങ്ങളെയും സുധാകരൻ പരിഹസിച്ചു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള ശശി തരൂരിന്റെ അഭിമുഖം ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിലാണ് വന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പ്രധാന നേതാവിന്റെ അഭാവമുണ്ടെന്നും നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ മൂന്നാം തവണയും കോൺഗ്രസ് കേരളത്തിൽ പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുമെന്നുമായിരുന്നു അഭിമുഖത്തിൽ തരൂരിന്റെ പ്രധാന മുന്നറിയിപ്പ്. ഇതേസമയം കോൺഗ്രസ് MP ശശി തരൂർ ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തു വന്നു. LDFും CPMും പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ശശി തരൂരിനെ പോലുള്ളവർക്കും പറയേണ്ടി വരുമെന്ന് ഗോവിന്ദൻ പറഞ്ഞു. വികസിത രാജ്യങ്ങളിലെ ജീവിത നിലവാരത്തിലേക്ക് 10-20 വർഷങ്ങൾ കൊണ്ട് കേരളത്തെ എത്തിക്കാൻ കഴിയുമെന്നാണ് LDFും CPMും ചൂണ്ടിക്കാട്ടുന്ന കാര്യം. ആ തലത്തിലേക്ക് കേരളത്തെ നീക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തെ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ കൊണ്ട് മറികടക്കാൻ കഴിയില്ലെന്നാണ് ശശി തരൂർ പറയുന്നത്. ഇത് ശരിയാണെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജനകീയ പ്രശ്നങ്ങളിൽ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ലെന്ന് MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ശശി തരൂരിനെ പോലെയുള്ള ആളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം കോൺഗ്രസ് വിട്ടതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ശശി തരൂർ അനാഥമാകില്ലെന്നാണ് CPM നേതാവ് തോമസ് ഐസക്കും പ്രതികരിച്ചത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ എവിടെ തിരിഞ്ഞാലും തരൂർ മയമാണിപ്പോൾ. കൂട്ടത്തിൽ തള്ളാൻ നിൽക്കുന്നവരും കൊള്ളാൻ നിൽക്കുന്നവരും ഒക്കെയുണ്ട്. കോൺഗ്രസുകാർക്ക് ഇപ്പോൾ തരൂരിനെ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, പേടിച്ചിട്ട് തുപ്പാനും വയ്യ. കലികാലം എന്നല്ലാതെ എന്തു പറയാൻ?